എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എൻ്റെ 30ാമത്തെ വയസ്സിൽ ഞാൻ ചിലപ്പോൾ വീട്ടിൽ കയറി ചവിട്ടി ചുറ്റി കൂട്ടിയനെ. എൻ്റെ മുടിത്രയിലേ ചെയ്തുള്ളൂ. ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അതിനു മുൻപായിട്ട് ഞാൻ നിങ്ങളോട് ഒരു ക്ഷമ ചോദിക്കുകയാണ്. കാരണം എനിക്ക് തോന്നിയ ഒരു തെറ്റായ ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, അബൌട്ട് കൃഷ്ണകുമാർ ആൻഡ് ഫാമിലിനെ കുറിച്ചാണ്. അറിയാലോ, ഇപ്പൊ എയറിൽ നിന്ന് എയറിലോട്ട് കയറി അങ്ങ് പോയിക്കൊണ്ടിരിക്കണം. സോ അപ്പൊ അതിനെക്കുറിച്ചാണ് നമുക്കിന്ന് പറയാനുള്ളത്. ഞാൻ ഇവരുടെ പല ഇഷ്യൂസും വന്നല്ലോ, പല 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 ഇഷ്യൂസും വന്നു. അതിനകത്ത് ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഒന്ന് ഈ പറയുന്ന അഹാന എന്ന് വെച്ചാൽ നല്ല പിള്ളയായിട്ട് ചമഞ്ഞുകൊണ്ടിരുന്ന അഹാന നല്ല കൊച്ചിക്കായിട്ട് ഇരുന്ന ആളാണല്ലോ. അപ്പൊ ആ പെൺകുട്ടി, അതായത് അവരമ്മാമേനെ ചീത്ത പറഞ്ഞത്, അത് വളരെ മോശമായിട്ട് അവർ പെരുമാറി. പിന്നെ അതേപോലെ തന്നെ ഈ ഹൻസികയുടെ പ്രോബ്ലം, ദിയ കൃഷ്ണന്റെ പ്രോബ്ലംസ് ഒരുപാടുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയയിലോട്ട് ഇതൊക്കെ തരുകയാണ്. അതായത് നമ്മൾ അവരുടെ ആ ഫാമിലി പോയി എത്തി വഞ്ഞ് നോക്കുക, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇതൊക്കെ സോഷ്യൽ മീഡിയയിലോട്ട് ഇടാൻ നേരത്തെ നമ്മൾ ഇതിനെ കുറിച്ചൊരു റിയാക്ട് ചെയ്യണം. നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും നാള് വിശ്വസിച്ചിരുന്നു, എനിക്ക് ഇഷ്ടപ്പെടായിരുന്നു അദ്ദേഹത്തിന്, കൃഷ്ണകുമാർ സാറിനെ, പുള്ളിക്കാരനെ ഞാൻ ഇത്രയും നാൾ ഞാൻ സപ്പോർട്ട് ചെയ്തത്. പുള്ളിക്കാരന്റെ വീഡിയോസ് ഒക്കെ കാണാണ് കൂടുതലും. അദ്ദേഹത്തിന്റെ വീഡിയോസ് എന്നും കാണുന്നില്ല, എന്നാലും ചില ടൈമിലൊക്കെ ഞാൻ കാണുന്നത്. കാരണം അവരുടെ തോട്ടവും കാര്യങ്ങളൊക്കെയാണല്ലോ കാണിക്കുന്നത്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ അത് കാണാറുള്ള. അപ്പൊ അങ്ങനെ ഇരിക്കവേ അതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് ഇദ്ദേഹത്തിനോട് പ്രത്യേക താല്പര്യമാണ്. കുറച്ച് അറിവും വിജ്ഞാനമൊക്കെ ഉള്ള മനുഷ്യനാണെന്ന് എന്റെ ചിന്താഗതി. പക്ഷെ അത് തെറ്റാണെന്ന് കഴിഞ്ഞ ദിവസം കൊടുത്ത അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ കൂടി എനിക്കത് മനസ്സിലായി. അതാണ് ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞത്. ഞാൻ നിങ്ങളോട് മാപ്പ് പറയുന്നു. മാപ്പ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയൊരു തെറ്റിദ്ധാരണയായിരുന്നു എനിക്കുണ്ടായത്. അതെന്തായാലും ഇദ്ദേഹത്തിന്റെ ഈ പറച്ചിലൂടെ മാറിക്കിട്ടും. സംഭവം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസമാണ് അഹാനയുടെ ഇഷ്യൂ ഉണ്ടായത്. അത് അഹാന തന്റെ അമ്മാമേനെ മോശമായിട്ട് പറഞ്ഞതും, അതേപോലെ തന്നെ ഈ സിന്ധു കൃഷ്ണൻ എന്ന് പറയുന്നത് മോശമായിട്ട് അമ്മാമ്മയുടെ കുറെ വീഡിയോസും കാര്യങ്ങളും പബ്ലിക്കിലോട്ട് ഇട്ട് കൊടുത്തതിനെ കുറിച്ചൊക്കെ. അപ്പൊ ഞാനൊക്കെ എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വയസ്സായവരാണ്, അവർക്ക് പലവിധ പ്രശ്നങ്ങളുണ്ടാവും, പലവിധ ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാവും. അതായത് അവർ ഈ വയസ്സാവുന്ന ഒരു ഏജിലോട്ട് പോകുമ്പോഴത്തേനും, നമ്മൾ പണ്ടത്തെ കാരണവന്മാരാണെങ്കിൽ എല്ലാം മുതിർന്നവരൊക്കെയാണ് പറയുന്ന ഒരു പഴഞ്ചൊല്ലാണ്. അതായത് 6ഉം 60ഉം ഒരേപോലെ. അപ്പൊ ഞാൻ കണ്ടേക്കണത് ഈ അമ്മമാരൊക്കെ ആണെങ്കിൽ, ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതേപോലെ തന്നെയൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നത്. കാരണം അവരിത്തിരി എന്താ പറയണ, കുറച്ച് എന്താ ശുണ്ടി പിടിച്ചവര് അങ്ങനെയൊക്കെ പറയത്തില്ലേ, പെട്ടെന്ന് വഴക്കിടും, പെട്ടെന്ന് ദേഷ്യപ്പെടും, അങ്ങനെയൊക്കെയുള്ള ഒരു ടൈപ്പ്. അല്ലാതെ പാവങ്ങളായിട്ടുള്ള അമ്മമാരും അപ്പന്മാരൊക്കെ ഉണ്ട്, എന്നാലും കുറച്ച് അങ്ങനെയുള്ള അമ്മമാരുണ്ട്. അപ്പൊ ആ ഗണത്തിൽ പെടുന്ന ഒരു അമ്മയാണ് ഈ പറയുന്ന അഹാനയുടെ അമ്മമ്മ എന്ന് പറയുന്നത്, അതായത് സിദ്ധുഷയുടെ അമ്മ. അപ്പൊ അതിൽ അഹാന ചെയ്ത് തെറ്റാണ് നമ്മളൊക്കെ പറഞ്ഞത്. അപ്പൊ ഞാൻ അതിൽ പറഞ്ഞു, എന്തായാലും കൃഷ്ണകുമാർ സാർ ഇതിനൊന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ, അഹാനയ്ക്ക് ഒന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ, അഹാന അത് മനസ്സിലാക്കിയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇന്നലെ ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേനും കൃഷ്ണകുമാർ സാറിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടത്. അത് കണ്ടതും ഞാൻ ഞെട്ടിപ്പോയി. കാരണം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞതാണ്. ഞാൻ അപ്പോൾ വിചാരിച്ചു, ദൈവമേ, ഞാൻ ഇയാളെ കുറെ അങ്ങ് ന്യായീകരിച്ച് മെഴുകിയാലോ എന്റെ വീഡിയോസിലൂടെ വന്നിട്ട്. അപ്പൊ ഇതൊക്കെ എന്റെ തെറ്റിദ്ധാരണ ആയിരുന്നല്ലേ എന്ന് ചിന്തിച്ചോട്. അപ്പോൾ അത് തെറ്റാന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ തെറ്റിനെ അതെന്തായാലും ഞാൻ ചൂണ്ടിക്കാണിക്കണമല്ലോ. അപ്പൊ അത് എന്തായാലും നമുക്ക് അദ്ദേഹം പറഞ്ഞ ഒരു ഡയലോഗ്സ് ഉണ്ടല്ലോ, അദ്ദേഹം ഇന്റർവ്യൂവിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇപ്പോൾ വേറൊരു വിഷയം നടക്കുന്നുണ്ട് വീട്ടിൽ, ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും, കുടുംബം ഏറെ നിൽക്കുക. അത് ഞാൻ പറഞ്ഞു, ഇതിന് പ്രതികരിക്കില്ലേ എന്ന് പറയുന്നെങ്കിൽ ഒരു മോള് പ്രതികരിച്ചു പോയി. അപ്പോഴും ഞാൻ തെറ്റില്ല. അതായത് ആദ്യം തന്നെ ഇദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കുടുംബം ഏറിലാണ്, നല്ല ഹാസ്യത്തോടെ തന്നെയാണ് ഇത് പറയണത്. കുടുംബം മേയറായതുകൊണ്ട് തന്നെ ഇതിന് പ്രതികരിക്കരുതേ എന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തോട് പറഞ്ഞതും. പക്ഷെ അതിനു മുൻപ് തന്നെ അഹാന ഇത് പ്രതികരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും, അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അതായത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഇദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല. കാരണം എൻ്റെ മൂത്ത മോള് പ്രതികരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞു അത് ചെയ്യണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അത് നിങ്ങളുടെ ആംഗിളാണ്. ഇന്ന് എനിക്ക് 58 വയസ്സും അവർക്ക് 30 വയസ്സുമാണ്. ഈ ആദ്യത്തെ പെൺകുട്ടി ജനിക്കുമ്പോൾ പറയും അച്ഛൻ്റെ ഫീമെയിൽ വേർഷനാന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എൻ്റെ 30ാമത്തെ വയസ്സിൽ ഞാൻ ചിലപ്പോൾ വീട്ടിൽ കയറി ചവിട്ടി ചുറ്റി കൂട്ടിയനെ. എൻ്റെ മുടിത്രയിലേ ചെയ്തുള്ളൂ. മാത്രമല്ല എൻ്റെ ഭാര്യയ്ക്കും സമാനമായിട്ട് നിങ്ങളുടെ മോള് തന്നെ എന്ന് പറയാമല്ലോ. കാരണം ഞാൻ ഭയങ്കര പ്രതികരണത്തിൻ്റെ ആളായിരുന്നു. അതായത് കൃഷ്ണകുമാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തന്റെ മകൾ, അതായത് മൂത്ത മകൾ അഹാന ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്ന് തന്നെയാണ് ഇവിടെ കൃഷ്ണകുമാർ പറയുന്നത്. അതായത് കൃഷ്ണകുമാർ പറയുന്നത്, വീട്ടിലെ ആദ്യത്തെ മൂത്ത പെൺകുട്ടി എന്ന് പറയുന്നത് കറക്റ്റ് അച്ഛന്മാരുടെ ഡിറ്റോ എന്നായിരിക്കും എന്നാണ് കൃഷ്ണകുമാർ ഇതിൽ പറയുന്നത്. അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃഷ്ണകുമാർ എന്തായിരിക്കും ചെയ്യാൻ ആഗ്രഹിച്ചത് അത് തന്നെ ഈ അഹാന ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് അഹാന ഇത്രയേ ചെയ്തുള്ളല്ലോ, അഹാന ഇങ്ങനെ വിളിച്ച് പറഞ്ഞതേ, അതായത് സോഷ്യൽ മീഡിയയിൽ കൂടി പറഞ്ഞതേ അല്ലേ ഉള്ളൂ. പക്ഷെ അവരുടെ സ്ഥാനത്ത്, അതായത് അഹാനയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ചവിട്ടിക്കൂട്ടി ഇട്ടേനേന്ന്. അതായത് ഇതിനർത്ഥം എന്താ, ഈ പറയുന്ന സിന്ധു കൃഷ്ണയുടെ അമ്മേനെ ചവിട്ടിക്കൂട്ടി ഇട്ടേനേന്ന്. അതാണ് ഈ പറയുന്ന കൃഷ്ണകുമാർ വന്ന് പറയുന്നത്. നല്ല പാരന്റ്സ് അല്ലേ ശരിക്കും ഇവരുടെ പാരന്റിങ് എന്ന് ഞാൻ വിചാരിച്ചത്. വളരെ നല്ല പാരന്റിങ് ആയിരിക്കും. പക്ഷെ ഇതിലൂടെ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരിൽ നിന്നല്ല ഇതൊക്കെ പഠിക്കണത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിന്ധു കൃഷ്ണയ്ക്ക് പറയാം ഇത് നിങ്ങളുടെ മകൾ തന്നെയാണ് എന്ന് പറയാന്ന്. അതായത് അച്ഛന്റെ സ്വഭാവം ഇങ്ങനെയാണെന്നുള്ള കാര്യം മകൾ തെളിയിച്ചു. അതായത്
അതായത് പറഞ്ഞ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കൃഷ്ണകുമാറിന്റെ അതേ പ്രവൃത്തി തന്നെയാണ് ഈ അഹാന കാണിച്ചത് എന്ന് പറയാന്ന്. അങ്ങനെ അതായത് സിന്ധുകൃഷ്ണയ്ക്ക് അതൊരു അഭിമാനത്തോടെ പറയാം എന്നാണ് ഇവിടെ കെ അതായത് കൃഷ്ണകുമാർ വന്ന് പറയുന്നത്. അതിനർത്ഥം എന്താണ്? അതായത് വയസ്സ് അവരെയൊന്നും മർദ്ദിക്കുന്നതും ഉപദ്രവിക്കുന്നതും ചീത്ത പറയുന്നതും ഒന്നും ഒരു തെറ്റല്ല. അതൊക്കെ വളരെ നല്ല കാര്യം എന്നാണ് ഇതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മളിതിനെ തെറ്റാണെന്ന് ഇവിടെയുള്ള ഒരുപാട് ആൾക്കാർ കമന്റ്സിലൂടെ വരെ വന്ന് പറഞ്ഞിട്ട് പോലും അതൊന്നും ഇവരുടെ കാഴ്ചപ്പാടിൽ തെറ്റല്ല. അതായത് മുതിർന്നവരെ വയസ്സായവരെ ഉപദ്രവിക്കുന്നതും അവരെ ചോദ്യം ചെയ്യുന്നതും തെറ്റല്ല. ഇവർ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉപദ്രവിക്കണം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ പോയി ചവിട്ടി കൂട്ടിയേക്കണം എന്നാണ് പറയുന്നത്. ആരെ? ഈ സിന്ധുവിന്റെ അമ്മ, അതായത് നമ്മുടെ അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്തുള്ളവരെ. അപ്പൊ പിന്നെ ഈ അഹാനെയും ബാക്കിയുള്ള പെമ്പിള്ളേരെയും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാരണം പാരന്റ്സ് കാണിച്ചു കൊടുക്കുന്ന മാതൃക ഇതാണ്. അപ്പൊ പിന്നെ ഇവര് പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കണത്? അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇവരെയൊന്നും ഒരിക്കലും നമ്മള് മാതൃകയാക്കരുത്. കാരണം ഇവര് ഫാമിലി മുഴുവനേ ഇങ്ങനെ തന്നെയാ. ഞാൻ വിചാരിച്ചു ഈ കൃഷ്ണകുമാർ സാർ ഇതിന് ഇടയിൽ കിടന്ന് ഒറ്റപ്പെട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ പെമ്പിള്ളേരെ ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോഴത്തേന് ഈ അവിടെയുള്ള സ്ത്രീ എന്ന് പറയുന്ന ആൾക്കാരെല്ലാവരും കൂടെ ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോഴത്തേന് ഇദ്ദേഹം വളരെയധികം കഷ്ടപ്പെടുന്ന എന്നൊരു ചിന്താഗതിയായിരുന്നു എനിക്കും. അതേപോലെ തന്നെ എന്നെ പോലെ വിശ്വസിക്കുന്ന ഒരുപാട് പേർക്കും അങ്ങനെ ഒരു ചിന്തയുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിലൂടെ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും അതായത് സ്വഭാവം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. അതായത് ഈ പറയുന്ന പെമ്പിള്ളേരെ എന്ത് തെറ്റ് കാണിച്ചാലും ഇവർക്ക് അതൊന്നും ഒരു കുഴപ്പമില്ല. ഇവർ പറയണത് അതൊക്കെ ശരിയാണ്. ഇവരിൽ നിന്നാണ് ഇതൊക്കെ പഠിച്ചത്. അതായത് ഈ പാരന്റിങ്ങിൽ നിന്നാണ് ഇവർ പഠിച്ചത്. പിന്നെന്ത് പറയാനാ? നല്ലൊരു പാരന്റിങ് ആയിരുന്നെങ്കിൽ ഒരിക്കലും ഈ മക്കള് ഇങ്ങനെയൊന്നും പെരുമാറില്ല. കാരണം ഇങ്ങനെയൊന്നും ആൾക്കാരോട്, അതായത് മുതിർന്നവരോട് എങ്ങനെ ബഹുമാനിക്കണം, പ്രായമായവരോട്, എന്റെ അച്ഛനും അമ്മയോടൊക്കെ എങ്ങനെ ബഹുമാനിക്കണം എന്ന കാര്യം നേരത്തെ അറിയേണ്ടി വന്നേനെ. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഈ കൃഷ്ണകുമാരും ഈ പറയുന്ന സിന്ധുകൃഷ്ണനും ഇവരുടെ പാരന്റ്സിന് മതിയായ വേണ്ടത്ര ബഹുമാനവും കാര്യങ്ങളും കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് കമന്റ്സ് ഉണ്ട്. ആ കമന്റ്സ് ഒക്കെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് അറിയണ്ടേ. എടി വസന്തേ, എന്റെ കല്യാണത്തിന് നീ വരരുത്, എന്റെ കാലിൽ വീണു നീ മാപ്പ് പറയണം, ഉഫ് എല്ലാ വീട്ടിലും ഒരു കുമ്മു വേണം. കളിയാക്കിക്കൊണ്ടാണ്. അതായത് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെയാണ് പറയണത്. ഇതിനെയൊക്കെയാണ് ഈ കൃഷ്ണകുമാർ സപ്പോർട്ട് നിൽക്കുന്നത് എന്നാണ്. ഒരാൾ എന്ന് പറയുന്നത് എണീറ്റ് പോവേ നല്ല തൊലിഞ്ഞ മകളെ വിളിപ്പിച്ചതാ. അടുത്തത് പേർളിമാണി ചെയ്ത പോലെ ഈ ഫുൾ കുടുംബത്തിന് അൺസബ് ചെയ്യണം, നമ്മുടെ കാശിന് തിന്നാൻ കൊടുക്കല്ലേ. അതെ, പേർളിമാണിക്ക് 5.8 മില്യൺസ് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് നേരെ കുറഞ്ഞ് 5.3 മില്യൺസിലോട്ട്. അതായത് എനിക്ക് തോന്നുന്ന ഒരു 5 ലക്ഷത്തോളം ആൾക്കാർ പേർളിമാണിനെ അൺസബ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തൊരു കമന്റ്, മോൾ ചെയ്ത തെറ്റ് എന്ത് കൂളായിട്ടാണ് ന്യായീകരിക്കുന്നത്. രണ്ടാമത് തള്ളയുടെ തള്ളെ മോള് തെറി വിളിച്ചാൽ അഭിമാനം കൊള്ളുന്ന മരുമോൻ. അതെ. പിന്നെ ഇങ്ങനെ കുറെ ബാഡ് കമന്റ്സ് ആട്ടോ. നാറിയ കുടുംബം. പിന്നെന്താണ്, പക്വത അതിനാണ് വേണം എന്ന് പറയുന്നത്. വയസ്സായ ആളെ ചവിട്ടി കൂട്ടുമെന്ന്, മോശം, ഏത് ഏജിലായാലും അത് പാടില്ല. അതെ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വയസ്സായ ഒരാളെ ചവിട്ടി കൂട്ടുമെന്ന് ഇത്രയും വലിയ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് പറയാനായിട്ട് ഇയാൾക്കൊരു അല്പം പക്വതയെങ്കിലും വേണ്ട, കുറച്ചെങ്കിലും ബോധം, അത് വിവരം എന്ന് പറയണം. ഇയാൾ എന്തൊക്കെ വന്നാലും ഒരു BJP എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രതിനിധിയല്ലേ. അതിന്റെ ഒരു മാന്യത പോലും ഇയാൾക്കില്ല. ഇയാളേക്കാണ് നമ്മൾ പാർട്ടി പ്രവർത്തകൻ എന്നൊക്കെ പറഞ്ഞ് ബഹുമാനം കൊടുക്കേണ്ടവർക്ക് പോലും, അതായത് നമ്മുടെ സീനിയർ സിറ്റിസൺസിന് പോലും യാതൊരുവിധ ബഹുമാനം കൊടുക്കാത്ത ഇയാളെയൊക്കെ നമ്മൾ എന്തിന് വഴങ്ങണം? യാതൊരുവിധ കാര്യമില്ല. എനിക്ക് ഇതോടെ ഞാൻ ഇയാളോടുള്ള താല്പര്യം വിട്ടു. ഇത്രയും നാളും ഒരു ഇതുണ്ടായിരുന്നു, ഒരു മനസ്സിലൊരു, കാരണം ഈ പെൺമക്കളും ഈ ഭാര്യയും കൂടി കാണിച്ചു കൂട്ടുന്നതിൽ ഇയാൾ എന്ത് ചെയ്യാനാ? പക്ഷെ ഇയാളൊക്കെയാണ് ഇതിന്റെ വേര് എന്ന് പറയുന്നത്. ഒരാൾ പറഞ്ഞു, ഹോ നല്ല തമാശ, നിങ്ങൾ തന്നെ പറയുന്നു, നിങ്ങൾ തന്നെ ചിരിക്കുന്നു. അതെ, ഇയാൾ പറഞ്ഞത് കേട്ടിട്ട് നമുക്ക് ചിരി വന്നോ? ഇല്ല. കാരണം ഇതൊരു കോമഡി രൂപത്തിൽ ഇയാളോടെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ചിരിച്ചങ്ങ് തള്ളുക. കഷ്ടം. എല്ലാം ഭയങ്കര നെഗറ്റീവാട്ടോ. അടുത്തൊരു കമന്റ്, താൻ എന്താ ഈ പറയുന്നത്? ഒന്നും ഒരു ബന്ധവുമില്ലല്ലോ, കുടുംബം ഫുൾ ഒരു കോമഡി പീസായി നിൽക്കുന്നു. കൃഷ്ണൻ മാമൻ വീണ്ടും വന്നു ചാണകം മെഴുകുന്നു. അത് ഏതോ സംഖ്യകൾ ഇതാക്കി പറയുന്നതാണ്. അതെ, ഗ്രേറ്റ് എക്സാമ്പിൾ ഓഫ് പാരന്റ്സ് ജസ്റ്റിഫൈങ് ചിൽഡ്രൻ മിസ്റ്റേക്ക്. അതെ, അതായത് മക്കള് ചെയ്യുന്ന തെറ്റിനെ അത് ജസ്റ്റിഫൈ ചെയ്യുന്ന പാരന്റ്സ്, അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവരുന്നത് അല്ലെ. ഇവരാണ് ഏറ്റവും വലിയ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ ഇവരെ സത്യം പറഞ്ഞാൽ ഈ ഫാമിലിനെ നമ്മൾ ഒരു രീതിയിലും ഇൻഫ്ലുവൻസ്ഡ് ആവരുത്. കാരണം വെച്ചാൽ കാരണം ഇവർക്കൊരു ഫേക്ക് മുഖംമൂടി ഉണ്ട്. ആ മുഖംമൂടിയിലൂടെയാണ് ഇവർ ഇത്രയും നാൾ കാണിച്ചുകൊണ്ടിരുന്നത്. അത് ഇവരറിയാതെ മുഖത്ത് നിന്ന് അഴിഞ്ഞു വീണുപോയത്. ആ ഒരു സംഭവമാണ് ഇതിൽ കൂടി പറയുന്നത്. എല്ലാം ഇവർക്ക് വന്ന കമന്റ്സ് എന്ന് പറയുന്നത് എല്ലാം തന്നെ നെഗറ്റീവ് കമന്റ്സ് ആണ്. ഇത് മെയിൻ ആയിട്ട് ഞാൻ വന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ വിചാരം ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, ഇദ്ദേഹത്തിന് മാത്രമേ ഇതിന് കറക്റ്റ് ആയിട്ട് ഒരു ഉത്തരം നൽകാൻ പറ്റുള്ളൂ എന്നൊക്കെ ഒരു വിചാരം, ഒരു തോന്നൽ, എന്റെ ഒരു തെറ്റിദ്ധാരണ ആയിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഒറ്റ ഇന്റർവ്യൂ കൂടെ ഇയാളുടെ നിലവാരം എന്താണ്, പ്രായമായ ആൾക്കാരോട് ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്താണ്, എല്ലാം നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇതപ്പോൾ ഞാൻ നിങ്ങളോട് ഒന്ന് പങ്കുവെച്ചതാണ്. അപ്പൊ ഇതാണ് എന്റെ അഭിപ്രായം. നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയും. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ ലൈക്ക് ചെയ്യുക, അതേപോലെ സബ് ചെയ്യുക, അതുപോലെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഹൈപ്പും കൂടി ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.